സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പ്രചാരണ പരിപാടികൾക്കായി കെ രാധാകൃഷ്ണൻ ആലത്തൂർ മണ്ഡലത്തിലെത്തി. ഇത്തവണ 20 മണ്ഡലങ്ങളിലും വിജയം ഉറപ്പാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒടുവിൽ ഈ ഒരു മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം. എങ്ങനെയാണ് ഇവിടെയുള്ള ഒരു വിലയിരുത്തൽ പൊതുവെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു മണ്ഡലമാണ് ഈ ആലത്തൂർ മണ്ഡലം. തന്നെയുമല്ല, കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡാണ് നിലനിൽക്കുന്നത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആലത്തൂർ മണ്ഡലത്തിലും ഇടതുപക്ഷം ഉജ്ജ്വല വിജയം നേടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആയിരക്കണക്കിന് പ്രവർത്തകർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് വലിയൊരു ദൗത്യമാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ മണ്ഡലം കൈവിട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യം മുന്നിലുണ്ട്. അപ്പം എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു പൊതുവിലുള്ളൊരു നമ്മുടെ ഈ പ്രാവശ്യം 20 മണ്ഡലത്തിലും ഇടതുപക്ഷ മുന്നണി വിജയിക്കണം, അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ഒരു അനിവാര്യത ഇന്ത്യൻ സമൂഹം തന്നെ തിരിച്ചറിയുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നൽകാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ മാക്സിമം സീറ്റ് ഈ കേരളത്തിൽ നിന്നും നേടാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. UDF സിറ്റിംഗ് MP തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. അവർ സ്വയം അവകാശപ്പെടുന്ന ഒരു കാര്യം, വലിയ സ്വീകാര്യത തനിക്ക് ഇവിടെ ഉണ്ട്, ഉറപ്പായ ഒരു വിജയമാണ് പറയുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ കാണുന്നു, എങ്ങനെ വിലയിരുത്തുന്നത്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, സ്ഥാനാർത്ഥികളുടെയും അപ്പുറത്ത് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറും. സ്ഥാനാർത്ഥി ബി എന്നുള്ളതല്ല, അവിടെ ആശയങ്ങൾ, ഏത് ആശയമാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതായിരിക്കണം. തെരഞ്ഞെടുപ്പ് കേവലം 2-3 സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരമല്ല, മറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. നമ്മുടെ നാടിന്റെ ഭാവിയെ നിശ്ചയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന നൽകുന്ന ആണ് ഒരു തെരഞ്ഞെടുപ്പ്. നമ്മുടെ കേരളത്തിലെ ജനത നല്ല പ്രബുദ്ധരാണ്. അതിൻ്റെ അനുസരിച്ചുകൊണ്ട് തന്നെ അവർ ഇടതുപക്ഷത്തെ തെരഞ്ഞെടുക്കും. ചേലക്കരയിൽ ഇത്തവണ അപ്പം മന്ത്രി പുതിയൊരു ഇലക്ഷൻ നടക്കുന്നുണ്ടോ? അപ്പം നമുക്ക് നോക്കാം. അദ്ദേഹം മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ ഷിജു ചിറ്റൂറിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, പാലക്കാട്.